ഹലോ. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി പുത്തൻ എപ്പിസോഡില് നമ്മളെല്ലാം കണ്ടു കാണും നമ്മുടെ മേഘനാഥനെ കയറി കാണുന്ന നമ്മുടെ പ്രതാപനെയും കരുണയും അല്ലെ. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ വാമദേവൻ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവനൊന്നും പെട്ടെന്നൊന്നും ഒടുങ്ങത്തില്ലടാ. അവളുടെ കൂടെ ആ അയ്യപ്പ വിഗ്രഹം ഉള്ളിടത്തോളം കാലം അവനും മഹാലക്ഷ്മിക്കും ഒന്നും സംഭവിക്കില്ല, നിങ്ങൾ ഓർത്തോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വാമദേവൻ നമ്മുടെ പ്രതാപനോടും നമ്മുടെ കരുണയോടും പറയുന്നുണ്ട്. അപ്പൊ ഇവരും ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് അത് തന്നെ പറയുക, കണ്ണന്റെ ഇതിന് നല്ല ആയുസുണ്ട്, അവൻ ഒരു എന്താ പറയാ ഈ അടുത്ത് എങ്ങാനും പൊക്കത്തോട്ട് പോകുന്നില്ല എന്നൊക്കെ നമ്മുടെ പ്രതാപനും പറയുന്നുണ്ട്. അപ്പൊ കരുണയും പറയുന്നുണ്ട്, മുത്തശ്ശി പറഞ്ഞത് ശരിയാണ്, അവരുടെ കയ്യിൽ ആ ഒരു വിഗ്രഹം ഉള്ളിടത്തോളം കാലം നമുക്കൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ പ്രതാപം പറയുന്നുണ്ട്, അത് നീ ഒരു നാളെടുത്ത് കളഞ്ഞതല്ലേ, എന്നിട്ടും അവളെ തേടി തിരികെ വന്നില്ല, എന്തൊക്കെയോ ദൈവശക്തി അവളുടെ കൂടെ ഉണ്ട് മോളെ, മോളും പോയി അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് ദൈവങ്ങളെ തന്നെ കൂട്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രതാപൻ നമ്മുടെ കരുണയ്ക്ക് പറഞ്ഞു കൊടുക്കുക കേട്ടോ. ശേഷം ഇവര് വീട്ടിൽ വരുന്നുണ്ട്. അപ്പൊ മുത്തശ്ശിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കുമായിരിക്കും. അപ്പോഴാണ് ഈ ഒരു കഥകളൊക്കെ കേൾക്കുന്നത്. അപ്പൊ മുത്തശ്ശിയും പറയുന്നുണ്ട്, ഷോ അവളുടെ കൂടെ ആ ഒരു വിഗ്രഹം ഉള്ളിടത്തോളം കാലം അവൾക്ക് എന്നും രക്ഷയാണ് മോളെ, ഒന്നും ചെയ്യാൻ പറ്റൂല എന്നൊക്കെ അപ്പോഴും നമ്മുടെ മുത്തശ്ശിയും പറയുന്നൊക്കെയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ പ്രതാപൻ ആകെപ്പാടി സങ്കടം, ഓ ഞാനിനി എന്റെ മോളെ എങ്ങനെ അങ്ങോട്ട് തിരിച്ചു പറഞ്ഞയക്കും, എനിക്ക് ഒരു വഴിയും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രതാപൻ ആകെ ഡൗൺ ആയിട്ട്. അപ്പൊ നമ്മുടെ കരുണയും മഹാലക്ഷ്മിയുടെ കണ്ണീര് കണ്ട് അങ്ങോട്ട് കയറി ചെല്ലാം എന്നും പറഞ്ഞിരിക്കുവായിരുന്നല്ലോ. അപ്പൊ ഇനി കരുണയും അങ്ങോട്ട് പോകാൻ വേണ്ടി നിവർത്തിയേ ഇല്ല കേട്ടോ. അപ്പുറത്ത് നമ്മുടെ കണ്ണന്റെ വീട്ടില് കണ്ണനും മഹാലക്ഷ്മിയും കൂടെ ഇങ്ങനെ പറയുവാട്ടോ, ആ മഞ്ജുവും അമ്മയെ അറിഞ്ഞിട്ടുണ്ടാവോ എന്നിങ്ങനെ പറയുമ്പോൾ അവർ അമ്പലത്തിൽ പോയിരിക്കാന്ന് നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ കണ്ണനോട് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട്, അവര് ചിലപ്പോ അറിഞ്ഞിട്ടുണ്ടാകാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ചിലപ്പോ മഞ്ജുവിന് സങ്കടമായല്ലോ എന്ന് കരുതി ചിലപ്പോ പറഞ്ഞിട്ടും ഉണ്ടാകില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവർ അമ്പലത്തിൽ നിന്ന് വരുന്നത് ഭയങ്കര സന്തോഷത്തിലാട്ടോ. അപ്പൊ ഇവരെ കാണുമ്പോൾ പറയുന്നുണ്ട്, എന്റെ മരുമകൾ വന്ന പാടെ ഇറങ്ങി പോയല്ലോ, അവള് തിരികെ വരാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോയതാ ഇത് നമ്മുടെ കണ്ണനോടും മഹാലക്ഷ്മിയോടും പറയുന്നുണ്ട്. അപ്പോഴാണ് കണ്ണൻ, നിങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മേഘനാഥനുണ്ടായ ഒരു അപകട വിവരം നമ്മുടെ മഞ്ജുവിന്റെ അടുത്തും അമ്മയുടെ അടുത്തും പറയുന്നുണ്ട്. അപ്പൊ ഇത് കേട്ട പാടെ ഇതെല്ലാം മഹാലക്ഷ്മിയുടെ തല്ലിട്ട് കൊട്ടുവാട്ടോ. ഇവള് വന്നു കയറിയ പാടെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. കരുണ വഴക്കിട്ട് പോയി, മേഘനാഥന് ഇപ്പൊ ആക്സിഡന്റ്, ഇവള് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ അടുത്തേക്കും ഇനി അപകടം കയ്യും കാലും വെച്ച് നടന്നു വരും കണ്ണാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അമ്മ, നമ്മുടെ ദുർഗമ്മ നമ്മുടെ മഹാലക്ഷ്മിയിട്ട് ശപിച്ചു കൂട്ടുക കേട്ടോ. എന്നിട്ട് ഇവരും നമ്മുടെ മേഘനാഥനെ കാണാനെന്നും പറഞ്ഞിട്ട് ഓരോ ഹോസ്പിറ്റലിലേക്ക് മഞ്ജുവും നമ്മുടെ അമ്മയും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ കണ്ണനോട് പറയുന്നുണ്ട്, എനിക്കും മേഘനാഥനെ കാണണം, അതിക്ക് മുമ്പ് അമ്പലത്തിൽ പോയി ഒന്ന് മനമുരുകി മേഘനാഥന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നും പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ കണ്ണൻ പറയും, എന്നാ താൻ ഓഫീസിൽ പോയിട്ട് സാഗറിനെയും കൂട്ടി പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി സാഗറിനെയും കൂട്ടി അമ്പലത്തിൽ പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ സാഗറിന്റെ വേറൊരു നാടകം, നമ്മുടെ മഹാലക്ഷ്മി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കുക. അപ്പൊ നമ്മുടെ സാഗറും നമ്മുടെ മഹാലക്ഷ്മിയുടെ മുമ്പിൽ അവിടെ എന്താ പറയാ നിലത്ത് കിടന്ന് സാഷ്ടാംഗം വീണൊക്കെ പ്രാർത്ഥിച്ച് ഭയങ്കര നാടകം കളിക്കുക, എന്നിട്ട് കണ്ണീരൊക്കെ ഒഴുക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, എന്റെ പഴയ കാമുകിയുടെ പേരും ലക്ഷ്മി എന്നായിരുന്നു, തിരുവോണം നക്ഷത്രമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അത് ഭയങ്കര അത്ഭുതമായിരിക്കുന്നല്ലോ, എന്റെ പേരും എന്റെ നാളും തന്നെയാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ സാഗർ, ആ ചേച്ചിയുമായിട്ട് എനിക്കെന്തോ മുൻജന്മ ബന്ധം ഉള്ളത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മഹാലക്ഷ്മി വാക്കുകൾ കൊണ്ട് ഇങ്ങനെ അടിച്ചിടുവാട്ടോ. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മുടെ സാഗറിനെ ഇങ്ങനെ കേട്ടിരിക്കും. എന്നിട്ട് അപ്പൊ മഹാലക്ഷ്മിയും പറയുന്നുണ്ട്, സാഗർ ഓഫീസിൽ വന്നത് എനിക്ക് എപ്പോഴും സന്തോഷമായിട്ടേ ഉള്ളൂ, സാഗർ വന്നതോടുകൂടി എനിക്ക് എന്തൊരു സമാധാന, സാഗറിന്റെ ഒപ്പം എത്ര നേരം വേണമെങ്കിലും സംസാരിച്ചിരുന്നാലും ബോറടിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നമ്മുടെ സാഗറിനെ നമ്മുടെ മഹാലക്ഷ്മിയും പൊക്കി പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു സമയത്താണ് നമ്മുടെ മുത്തശ്ശി അവിടേക്ക് വരുന്നത്. മുത്തശ്ശി ഇവരെ കാണുന്ന ഒരു രംഗത്തിലാട്ടോ നമുക്ക് ആ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് അല്ലെ കൂട്ടുകാരെ? ഇനി ഇനിയും നമ്മുടെ മേഘനാഥൻ ഉറപ്പായിട്ടും നമ്മുടെ ലക്ഷ്മി കാണുന്ന ഒരു നിമിഷങ്ങളായിരിക്കും ഇനി വരുന്ന എപ്പിസോഡിൽ കാണുവാൻ പോകുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ പൊട്ടിത്തെറിയായിരിക്കും നടക്കാൻ പോകുന്നതും കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.